മലയാളി സോഷ്യൽ മീഡിയ ലോകത്തെയും ബിഗ് ബോസ് ആരാധകരെയും ഒരേപോലെ ഞെട്ടിച്ചുകൊണ്ട് സജന ഫിറോസും ദിയ സനയും തമ്മിലുള്ള പോര് പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. നിനക്ക് പേടിയോ, ഭാവം മാറിയല്ലോ, ഇനി പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദിയ സനയ്ക്കെതിരെ പരസ്യമായ വെല്ലുവിളിയുമായി സജന രംഗത്തെത്തിക്കഴിഞ്ഞു. ദിയ സന MDMA എന്ന മാരക ലഹരിമരുന്ന് ഉപയോഗിച്ചുവെന്നും തന്നെ കൂടി ഇത് ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചുവെന്നും മറുനാടൻ മലയാളിക്ക് നൽകിയ അഭിമുഖത്തിലൂടെ സജന വെളിപ്പെടുത്തിയത് നിമിഷ നേരം കൊണ്ടാണ് വൈറലായത്. ഇതിന് പിന്നാലെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി സജന എത്തിയതോടെ സംഭവം കത്തുകയാണ്. തന്റെ പുതിയ വീഡിയോയിലൂടെ ദിയ സനയുടെ ഇപ്പോഴത്തെ ഭാവമാറ്റത്തെ സജന കടുത്ത ഭാഷയിലാണ് പരിഹസിക്കുന്നത്. ഇങ്ങനൊരു ദിയയെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ആരെങ്കിലും ഒന്ന് പോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരട്ടി ചീത്ത വിളിക്കുന്ന സ്വഭാവക്കാരിയാണ് അവൾ എന്ന് സജന ഓർമ്മിപ്പിക്കുന്നു. മീഡിയയിലായാലും സോഷ്യൽ മീഡിയയിലായാലും അത്രയും അഗ്രസീവായ ദിയയുടെ മുഖത്തിപ്പോൾ വ്യക്തമായ പേടിയുണ്ടെന്ന് സജന ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന പഴഞ്ചൊല്ലോർത്ത് ദിയയുടെ കൂടെയുള്ളവർ ഇപ്പോൾ പ്രതികരിക്കാത്തത് അവരും ഇതേ തെറ്റ് ചെയ്തതുകൊണ്ട് ഈ വിവാദത്തിൽ ദിയ സനയ്ക്ക് മാത്രമല്ല തന്റെ മുൻ ഭർത്താവ് ഫിറോസ് ഖാനും റോഷ്നിക്കുമൊക്കെ വലിയ പണി വരുന്നുണ്ടെന്നാണ് സജനയുടെ മുന്നറിയിപ്പ്. താൻ പോട്ടെ എന്ന് വെച്ച് വെറുതെ വിട്ട റോഷ്നിയാണ് തന്നെ വീണ്ടും ചൊറിയാൻ വന്നതെന്നും അതുകൊണ്ട് ഇനി മേടിച്ചിട്ടേ പോകുകയുള്ളൂ എന്നും താരം വ്യക്തമാക്കുന്നു. ഫിറോസ് ഖാന് ഇരുവരുമായി എന്താണ് ബന്ധമെന്ന് തനിക്കറിയില്ലെന്നും ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളുമായി ബന്ധമുള്ള ആളാണ് അദ്ദേഹമെന്നും സജന പരിഹസിക്കുന്നുണ്ട്. തന്നെയും ഫിറോസിനെയും കുഞ്ഞിനെയും കുറിച്ച് സംസാരിക്കാൻ ദിയ വന്നതിന് പിന്നിൽ എന്തോ ഗൂഢാലോചനയുണ്ടെന്നും സജന സംശയിക്കുന്നു. ഇത്രയും കാലം കുഞ്ഞിന്റെ അച്ഛനായതുകൊണ്ട് മാത്രമാണ് ഫിറോസിനെ മകനോട് സംസാരിക്കാൻ ഫോൺ നൽകിയിരുന്നതെന്നും മകന് ഫിറോസിനെ വലിയ ഇഷ്ടമാണെന്നും സജന പറയുന്നു. താൻ വിചാരിച്ചാൽ അത് മാറ്റാമായിരുന്നിട്ടും തന്റെ ഔദാര്യം കൊണ്ടാണ് ആ സ്നേഹം നിലനിന്നത്. എന്നാൽ ഇനി മേലാൽ ഫിറോസിന് മകനെ ഫോണിൽ കിട്ടില്ലെന്നും നിയമപരമായി നേരിടാനാണ് ഭാവമെന്നും സജന വ്യക്തമാക്കുന്നു. മകന് കൃത്യമായി ചെലവിന് കൊടുക്കാത്തതിനെ കുറിച്ച് പോലും താൻ ഇതുവരെ ചോദിച്ചിട്ടില്ലെന്നും വെറും 2000 രൂപയിൽ തുടങ്ങി പിന്നീടത് 500 രൂപ വീതം കൂട്ടി ഫിക്ഷ പോലെയാണ് തന്നിരുന്നതെന്നും സജന തുറന്നു പറയുന്നു. പ്രേക്ഷകരെ ഏറ്റവും അധികം അമ്പരപ്പിച്ചത് സജന ദിയ സനയ്ക്ക് നേരെ ഉയർത്തിയ മെഡിക്കൽ ചലഞ്ചാണ്. താൻ MDMA ഉപയോഗിച്ചിട്ടില്ലെന്ന് തെളിയിക്കാൻ താൻ ഡ്രഗ് ടെസ്റ്റിന് തയ്യാറാണെന്ന് സജന പ്രഖ്യാപിക്കുന്നു. തന്റെ വീട്ടിലോ മറ്റോ ലഹരി മരുന്ന് കൊണ്ടുവച്ച് തന്നെ കുടുക്കുമോ എന്ന ഭയമുള്ളതിനാലാണ് ഈ ടെസ്റ്റ് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നത്. ഇതേ ടെസ്റ്റ് നടത്താൻ ദിയ സനയെയും റോഷ്നിയെയും സജന പരസ്യമായി ക്ഷണിക്കുകയാണ്. നിങ്ങൾ ലഹരി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് തെളിയിക്കൂ എന്നാണ് വെല്ലുവിളി. നാട്ടിലെ ജനങ്ങൾ ഒളിച്ചോട്ടത്തെയും ഇറങ്ങിപ്പോക്കിനെയും കുറിച്ച് ചർച്ച ചെയ്യുന്നതിനു പകരം ഇത്തരം ഡ്രഗ് മാഫിയക്കെതിരെയും കുട്ടികളെ ഉപദ്രവിക്കുന്നവർക്കെതിരെയും പ്രതികരിക്കണമെന്നും സജന ആവശ്യപ്പെടുന്നു. താൻ വിവാഹമോചനത്തിന് പ്രതിഫലമായി 3 കോടി രൂപ വാങ്ങി സെറ്റിലായി എന്ന് പറയുന്ന സൈബർ പ്രചരണങ്ങൾക്കും സജന മറുപടി നൽകുന്നുണ്ട്. തന്റെ ഏതെങ്കിലും അക്കൗണ്ടിൽ അത്രയും പൈസ വന്നതായി തെളിയിച്ചാൽ തെളിയിക്കുന്നവർക്ക് 2 കോടി രൂപ തിരികെ കൊടുക്കാമെന്നാണ് പുതിയ ചലഞ്ച്. ആദ്യമായി നേരിട്ട കടുത്ത സൈബർ അറ്റാക്കിൽ താൻ ആദ്യം തളർന്നു പോയെന്നും വിഷം കഴിച്ച് മരിക്കാൻ വരെ തോന്നിയ നിമിഷങ്ങളുണ്ടായിരുന്നുവെന്നും സജന വെളിപ്പെടുത്തുന്നു. എന്നാൽ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയോടെ താൻ ഇപ്പോൾ കൂടുതൽ ശക്തിയായി തിരിച്ചു വന്നുവെന്നും അതുകൊണ്ടാണ് കമന്റ് ബോക്സ് ഓൺ ചെയ്തു വെച്ച് എല്ലാ നെഗറ്റീവ് കമന്റുകളും താൻ ആസ്വദിക്കുന്നതെന്നും പറഞ്ഞാണ് സജന തന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത്.